ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാളെ പവിത്രമായ ഏകാദശിയാണ്. വൈകുണ്ഠ ഏകാദശി, മോക്ഷദ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെ പറയും. ഇതെല്ലാം ഒന്നു തന്നെയാണ്. വീഡിയോകളെല്ലാം എല്ലാവരും കണ്ട് അതനുസരിച്ചിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നാളെ ഗീതാ ജയന്തിയാണ്. ഗീതാ ജയന്തി എത്രാമത്തെയാണെന്നറിയാമോ? 5160 ഗീതാ ജയന്തിയാണ്. അതാണ് വാർഷികം. 5160 ആണ്ടായി എന്നാണ് കണക്കാക്കി പറയുന്നത് ഗീതാ ജയന്തിയുടെ. ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തിട്ട് ഇത്രയും വർഷമായി എന്നാണ് ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നത്. അപ്പം എല്ലാവരും കഴിയുന്നെങ്കിൽ ഭഗവത്ഗീതയും കൂടെ വായിക്കുക. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഏകാദശി, അതായത് ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകത എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഈ ഏകാദശി നമ്മൾ ആചരിക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഫലമെന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നതല്ല, ഭഗവാൻ പറയുന്നതാണ്. അത് നിങ്ങൾ ആ വീഡിയോ എല്ലാവരും പോയി കേൾക്കണം. ഇന്ന് വൈകുന്നേരം ഇട്ട ഒരു വീഡിയോ ആണ്. പിന്നെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നാളെ നമ്മൾക്ക് രാവിലെ ഏകാദശി തിഥി അവസാനിച്ചതിന് ശേഷം പിന്നീട് വരുന്നത് മഹാദ്വാദശിയാണ്. ആ മഹാദ്വാദശി എന്ന് പറയുന്നത് മത്സ്യദ്വാദശിയാണ്. അപ്പോൾ അത് മത്സ്യാവതാരം, ഭഗവാന്റെ മത്സ്യാവതാരത്തിൻ്റെ ദിനമാണ്. അപ്പോൾ അതിൻ്റെ കഥയും അതിൻ്റെ പ്രത്യേകതകളും പിന്നെ ഭഗവാനെ വൈകുന്നേരം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതും അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ 2 വീഡിയോയും കൂടെ ഏകാദശി എടുക്കുന്നവരെല്ലാവരും നിർബന്ധമായും ഒന്ന് കേൾക്കണം. കാരണം അപ്പോൾ നമുക്ക് കൂടുതലായ ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം എന്താണ് ഏകാദശി, ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ വ്രതത്തെ നമുക്ക് ക്രമീകരിക്കാനും പിന്നെ ആ മത്സ്യാവതാരത്തിൻ്റെ കഥയും കൂടെ ഒന്ന് കേട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ വൈകുന്നേരത്തെ ഭഗവാനോടുള്ള പ്രാർത്ഥന, അതായത് ആ സമയം വൈകുന്നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് മഹാദ്വാദശി സമയത്തെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ളതും കൂടെ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതും പോയി എല്ലാവരും കണ്ടിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുക. അതേപോലെ തന്നെ 24-ാം തീയതി നമ്മൾ ഞായറാഴ്ച പാരണ വീടും. നിങ്ങൾ പാരണ വീടുന്ന സമയം, ആ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ പാരണ വീടുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തുളസിച്ചെടി ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എപ്പോഴാണോ പാരണ വീടുന്നത് ആ സമയത്തിനുള്ളിൽ, അതായത് ആ സമയത്ത് തന്നെ ദേവിക്കും കൂടെ ജലം ഒഴിച്ചു കൊടുക്കണം. ദേവിയുടെയും പാരണ വീടാനായിട്ട് ശ്രമിക്കുക. കാരണം ഏകാദശിയുടെ അന്നത്തെ ദിവസം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ആകാവൂ. ദേവിക്ക് ജലം ഒഴിച്ചു കൊടുക്കരുത്. കാരണം ദേവി നാളെ ഉപവസിക്കുകയാണ്. മറ്റന്നാൾ രാവിലെ അന്നേരം നമ്മൾ പാരണ വീടും, അതായത് തീർത്ഥം കുടിച്ച് നമ്മൾ പാരണ വീടും. ആ സമയത്ത് ദേവിയുടെ പാരണയും കൂടെ വീടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇനി എല്ലാവരും ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് തുളസി തീർത്ഥം ഉണ്ടാക്കുന്നതെന്ന്. തുളസി തീർത്ഥം ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ജലം, തിളപ്പിച്ചാറിയ വെള്ളം. നമ്മൾ പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അതിനകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് നന്നായിട്ട് ആറിയ വെള്ളം എടുക്കുക. എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കുക. ഒരുപാട് ഒന്നും ഉണ്ടാക്കി വെക്കണ്ട, കുറേശ്ശെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇനി നാളത്തെ ദിവസം നിങ്ങൾക്ക് വീട സമയങ്ങളൊക്കെ തുളസി തീർത്ഥം കുടിക്കാം. അതല്ല, പാരണ വീടുന്ന സമയത്ത് മാത്രം മതിയെങ്കിൽ അതനുസരിച്ചിട്ട് എങ്ങനെയാണോ വേണ്ടത്, ജലം മാത്രം കുടിച്ചുകൊണ്ട് ചിലർ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് ഇരിക്കാം. അപ്പം നമുക്ക് എത്രയാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ നന്നായി ഫിൽറ്റർ ചെയ്ത വെള്ളമോ എടുക്കുക. അതിനകത്തേക്ക് ഒരു 2-3 ഏലക്ക, അപ്പം വെള്ളത്തിനനുസരിച്ച് ഇപ്പോൾ 1 ഗ്ലാസ്സൊക്കെ എടുക്കുന്നുള്ളെങ്കിൽ 1 ഏലക്ക ചതച്ചിട്ടാൽ മതി. ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ഒരു 2-3 അത്രയും മതി. പരമാവധി അത്രയും ഏലക്ക മതി. അത് നമുക്കറിയാമല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഒരു കൊച്ചൊരു ഗ്ലാസ്സിലാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു മൊന്തയ്ക്കകത്താണെങ്കിൽ 1 എണ്ണം മതി. അതല്ല കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട്, എന്നാലും ഒരുപാടൊന്നും വേണ്ട. 2-3 ഏലയ്ക്ക, അതേപോലെ തന്നെ 2-3 ഗ്രാമ്പു അത് ചതച്ച് അതിനകത്തേക്ക് ഇടുക. ഈ വെള്ളത്തിനകത്തേക്ക് ഇടുക. നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇടുക. അതുപോലെ തന്നെ ജാതിപത്രിയുടെ പൊടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാതിപത്രി ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും ഒന്ന് ചതച്ചിടുക. പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് പൊടി, ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള്. അപ്പം ഗ്രാമ്പും ഏലക്കയും ജാതിപത്രിയും ഈ 3 സാധനങ്ങളിലും, ഇനി 3 സാധനങ്ങളുടെയും പൊടിയാണുള്ളതെങ്കിൽ അതും ഓരോ നുള്ള്. അതല്ല, ഇതായിട്ടാണുള്ളതെങ്കിൽ അത് 3ഉം ചതച്ച്. ഇതിലേതെങ്കിലും ഒന്നും ഇല്ല, ഏതെങ്കിലും ഒരെണ്ണം ഇല്ല, ഇപ്പോൾ ജാതിപത്രി ഇല്ല, നിങ്ങൾ വിഷമിക്കേണ്ട. അത് ഇല്ലെങ്കിൽ ഇല്ല, അത്രയും വിചാരിച്ചാൽ മതി. ഉണ്ടെങ്കിൽ ഇത് 3 എണ്ണം ഒന്ന് ചതച്ചിടുക.
അതിനുശേഷം ഇനി അടുത്ത ഒരു കാര്യം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ മേടിക്കാനായിട്ട് കിട്ടും. അത് നമ്മൾ പ്രത്യേകം ഞാനത് പറയുകയാണ്, ഒരു കാരണവശാലും തെറ്റിപ്പോകരുത്. നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന കർപ്പൂരം അതല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമല്ല. അങ്ങാടി മരുന്ന് കടയിൽ പോയിട്ട് മാത്രമേ ഇത് മേടിക്കാൻ കിട്ടുകയുള്ളൂ, വേറെ എങ്ങും ഇത് കിട്ടില്ല. അങ്ങാടി മരുന്ന് കടയിൽ പച്ച കർപ്പൂരം എന്ന് പറഞ്ഞാൽ അതൊരു 10 ഗ്രാമോ അല്ലെങ്കിൽ 20 ഗ്രാമോ ഒക്കെ ആയിട്ട് കിട്ടും. പച്ച കർപ്പൂരം അത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൺമഷി ഉണ്ടാക്കുമ്പം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വീട്ടിൽ കൺമഷി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു നുള്ള് ആ കൺമഷിക്കകത്ത് ചേർക്കും. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് എരിഞ്ഞിട്ട് കണ്ണിനകത്തു നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വന്ന് കണ്ണൊന്ന് കഴുകും. അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ എണ്ണയ്ക്കകത്തിട്ട് ഉപയോഗിക്കും പച്ചക്കർപ്പൂരം. അത് ചില ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ലഡുവിന് ഒരു പ്രത്യേക രുചി, ഒരു പ്രത്യേകമായ ഒരു രുചി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പച്ചക്കർപ്പൂരം ചേർക്കാറുണ്ട്. സാധാരണ ലഡുവിൻ്റെ അല്ലല്ലോ, ഒരു പ്രത്യേക ഒരു ഗ്യാസ് ഉണ്ട്, അതിനകത്ത് പച്ചക്കർപ്പൂരമുണ്ട്. ഇപ്പം പച്ചക്കർപ്പൂരം ഭഗവാന്റെ താടിയിലും വെക്കും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളതാണ്. നമ്മൾ വീട്ടിൽ പച്ചക്കർപ്പൂരം വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ പച്ചക്കർപ്പൂരം നിങ്ങൾ മേടിക്കുക. പച്ചക്കർപ്പൂരം മേടിച്ചിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഒരു നുള്ളു പച്ചക്കർപ്പൂരം ചേർക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ എത്രയാണോ ജലം ആവശ്യമുള്ളത് അത്രയും ഫിൽറ്റർ ചെയ്ത വെള്ളം, അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. അതിനകത്തേക്ക് ഏലക്ക, ഗ്രാമ്പു, ജാതിപത്രി ഇവ നന്നായിട്ട് ചതച്ച്, ഒന്ന് പൊടിച്ചിടാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ച് അതിനകത്തേക്ക് ഇടുക. 2 എണ്ണമൊക്കെ ആയിട്ട് നമുക്ക് മിക്സിയിലൊന്നും പൊടിക്കാൻ പറ്റത്തില്ല. ഒരു ഇടികല്ലിനകത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടിടുക. അതിനുശേഷം ഒരു നുള്ള് പച്ചക്കർപ്പൂരം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതിനകത്തേക്ക് തുളസിയില, ഒരു 4-5 തുളസി ഇലയും കൂടെ നിങ്ങൾ ചേർക്കുക. തുളസി ഇലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ജലം നിങ്ങൾക്ക് നിങ്ങളുടെ പാരണ വീടുന്ന സമയത്ത് ഉപയോഗിക്കാം. അതല്ലാതെ നാളത്തെ ദിവസം മുഴുവൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ തുളസി തീർത്ഥം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പീരീഡ്സ് ആയിരിക്കുന്നവരൊന്നും തുളസി തീർത്ഥം കുടിക്കേണ്ട. കാരണം തുളസി ഇലയൊന്നും നമ്മൾ ആ സമയത്ത് പറിക്കുകയോ അങ്ങനെ തുളസി ദേവിയെ തൊടുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ തുളസി തീർത്ഥം ഉപയോഗിക്കേണ്ട. അതല്ലാത്തവർ ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇനി ഇതല്ല മറ്റെന്തെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു തീർത്ഥമായിട്ട് ഈ രീതിയിൽ തുളസി തീർത്ഥം ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഭഗവാന് നൈവേദ്യം വെക്കുന്ന സമയത്ത് ഒരു തുളസി തീർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് തുളസി തീർത്ഥം ഉണ്ടാക്കേണ്ടത്. കൃത്യമായി കേൾക്കുക. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർപ്പൂരത്തിൻ്റെ കാര്യമാണ്. തെറ്റിച്ച് മേടിച്ച് വെക്കരുത്. കാരണം മറ്റേത് വിഷമാണ്, അതൊക്കെ തിന്നു കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അപ്പോൾ ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് തന്നെ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് മേടിക്കണം. അത് നിങ്ങൾക്ക് കൺമഷി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അതേപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ എണ്ണ ഒക്കെ കാച്ചുമ്പം അതിൽ ഇട്ടും നമ്മളുടെ എണ്ണ കാച്ചുന്ന സമയത്തും ഒരു നുള്ളു പച്ചക്കർപ്പൂരം അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആ എണ്ണയ്ക്ക് നല്ല ഒരു സുഗന്ധമുണ്ടാവും. അതൊക്കെ വളരെ നല്ലതാണ്. ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി അതിനകത്ത് ധാരാളമായി ഉള്ളതാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. അത് പ്രത്യേകം പക്ഷേ ശ്രദ്ധിച്ചോണം, നിങ്ങൾ മേടിക്കുമ്പം തെറ്റിപ്പോകരുത്. നമ്മൾ ക്ഷേത്രത്തിൽ കത്തിക്കുന്ന കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരം അങ്ങാടി മരുന്ന് കടയിൽ നിന്നാണ് മേടിക്കേണ്ടത്. ഇതാണ് തുളസി തീർത്ഥം ഉണ്ടാക്കുന്ന വിധം. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി പാരണ വീടുന്ന സമയത്ത് കുടിക്കുക. അതല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് തുളസി തീർത്ഥം ഉണ്ടാക്കി കുടിക്കാം. ഇനി മറ്റെന്തെങ്കിലും പൂജകൾ ചെയ്യുന്ന സമയത്തും ഭഗവാൻ ഇതുപോലെ തീർത്ഥം വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് വൈകുന്നേരം വിട്ട 2 വീഡിയോകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. കാരണം അതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയും പൂജകളെ പറ്റിയും ഒക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം കൃത്യമായി കണ്ട് ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ഏതെങ്കിലും സമയത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ വ്രതനിഷ്ഠ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പെശക് പറ്റി നമ്മുടെ ആഹാരക്കാര്യത്തിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാളെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റി, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറ്റിപ്പോയെന്ന് കരുതി നിങ്ങൾ വ്രതം പറ്റിപ്പോയല്ലോ എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ വ്രതം അവസാനിപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മകളൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമ്മളാരും സന്യാസിമാരൊന്നുമല്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെശക് പറ്റിയെങ്കിൽ പോലും അത് ഭഗവാനോട് ക്ഷമ ചോദിച്ചിട്ട് നിങ്ങൾ ഭഗവാനെ വിളിച്ച് പരമാവധി പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക. ഭഗവാൻ പറയുന്നത് ജപമാണ് ഏറ്റവും പ്രധാനമെന്ന്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറയുകയാണ്, എനിക്ക് ഒരു ഗുരുവായൂർ ഏകാദശി എടുത്തോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞാൻ എടുത്തില്ല, കാരണം രാവിലെ ഞാൻ തലേദിവസം ഒരിക്കലൊക്കെ എടുത്തു, പക്ഷേ പിറ്റേ ദിവസം രാവിലെ അറിയാതെ അരിമാവിന് ഉപ്പ് നോക്കിപ്പോയി എന്ന്, അതുകൊണ്ട് ഞാൻ വ്രതം എടുത്തില്ല. എന്താ കഥ അല്ലേ? അരിമാവനൊന്ന് ഉപ്പ് നോക്കിപ്പോയെന്ന് കരുതി ഭഗവാനെ വ്രതം എടുത്തില്ല. എന്താ കഷ്ടം. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ ചെയ്തത്? അത് സാരമില്ലായിരുന്നല്ലോ, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് അങ്ങ് വ്രതം എടുത്താൽ പോരായിരുന്നോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല, അങ്ങനെ ചെയ്താൽ ദോഷമല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ഇച്ചിരി മീനൊക്കെ മേടിച്ചപ്പം അതൊക്കെ കൂട്ടി ചോറുണ്ട്, ഇനി അടുത്ത തവണ എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഇരിക്കുന്നു? അടുത്ത തവണ അടുത്തതെന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും മുൻകൂട്ടി കാണാൻ പറ്റുമോ? അടുത്ത തവണ ഇതേപോലെ വീണ്ടും അരിമാവിന് ഉപ്പ് നോക്കിയാലോ? ഇതാണ് മനുഷ്യൻ്റെ കാര്യം. മനുഷ്യൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ എക്സ്ക്യൂസുകൾ. നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരും അങ്ങനെയൊന്നും ചെയ്യരുത്. വീണാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നടക്കാൻ പഠിക്കുന്നത്. ആദ്യം നമ്മൾ വ്രതമെടുക്കുമ്പോൾ നമുക്ക് പല തെറ്റുകളും പറ്റും, അതൊക്കെ ഭഗവാൻ അറിയാം. ഭഗവാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭഗവാൻ ഇതെല്ലാം അറിയുന്നവനാണ്. നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാരമായ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ വ്രതനിഷ്ഠയുടെ ആ സമയങ്ങളിൽ നമുക്കുണ്ടായാൽ പെട്ടെന്ന് തന്നെ ഭഗവാനോട്, ഭഗവാനെ എനിക്കറിയാതെ പറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക. ഭഗവാൻ അങ്ങനെയുള്ളവരുടെ കൂടെ തീർച്ചയായിട്ടും വരും. അടുത്ത തവണ നിങ്ങൾക്ക് അതിനേക്കാൾ ഭംഗിയായ രീതിയിൽ ആ വ്രതം എടുക്കാനായിട്ട് പറ്റും. അതല്ലാതെ അത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോരരുത്. അതാണ് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം ഞാൻ മുമ്പേ ഇട്ട 2 വീഡിയോകൾ നിങ്ങൾ പോയി കാണുക. മത്സ്യാവതാരം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാൻ അർജുനനോട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമ്മൾ ഏകാദശിക്ക് മുമ്പ് അറിയണം. എന്നാലേ നമുക്ക് ആ ഏകാദശി എടുക്കാനുള്ള ആ ഒരു ഊർജം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം തുളസി തീർത്ഥം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ചക്കർപ്പൂരത്തിൻ്റെ കാര്യമാണ്. ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുകയാണ്, കാരണം ആർക്കും അതൊരു തെറ്റ് പറ്റരുത്. ഇനി പച്ചക്കർപ്പൂരം കിട്ടിയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, ബാക്കിയുള്ളതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പം പാരണ സമയത്ത് തുളസി ദേവിക്കും കൂടെ പാരണ വീടാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവരും നാളെ പരമാവധി സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ആ ഹരിവാസര സമയം അവസാനിക്കുന്ന സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ജപിക്കുക. ജപം നിങ്ങളുടെ ജീവിതത്തിലെ ശീലമാക്കുക. ജപമാല ഉപയോഗിച്ച് ജപിക്കാൻ പഠിക്കുക. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ഇടാം ഉടനെ തന്നെ, എങ്ങനെയാണ് ജപമാല ഉപയോഗിച്ച് ജപിക്കേണ്ടതെന്ന്. പരമാവധി സമയം നിങ്ങൾ ജപിക്കുക. ഭഗവത്ഗീത ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങളൊന്ന് പാരായണം ചെയ്യുക. അതേപോലെ തന്നെ വൈകുന്നേരം ഭഗവാന്റെ മത്സ്യരൂപത്തെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയും കൂടെ നിങ്ങൾ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. എല്ലാവരും സന്തോഷമായി വൈകുണ്ഠ ഏകാദശി, മോക്ഷദ ഏകാദശി എടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം. പരമാവധി എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലും വിട്ടുപോയാൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് എഴുതി ചോദിച്ചാൽ മതി. ഹരേ കൃഷ്ണ.